Fasting prayer. നമ്മുടെ നാലാമത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. Every night we have prayer actually. എല്ലാ രാത്രിയിലും നമുക്ക് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. Are you happy today? Yes. Praise God. Hallelujah. Hallelujah. I like to give you some words today. ഇന്ന് ചിന്തയ്ക്കായിട്ട് കുറച്ച് വചനങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. Then, if God, Holy Spirit, guide me, I'll do the ministry of deliverance. അതിനുശേഷം പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിൽ എത്തിക്കും. Today night my subject is don't laugh. Don't laugh, okay? I'm going to my subject. You know my subject today? No. How to handle a snake. Don't laugh, okay? എന്റെ വിഷയം എന്ന് പറയുന്നത് പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം. ആമേൻ. Hallelujah. ആമേൻ. How to handle a snake. പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. So when I say this for the subject, maybe you know, so you just think about this funny subject, right? ഇതൊരു തമാശയായിട്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നിയെന്ന് വരാം. But there is a secret, right? എന്നാൽ അതിനകത്തൊരു രഹസ്യമുണ്ട്. Now we Pentecostal always get accused of handling snakes. പെന്തക്കോസ്തുകാരായ നമ്മെ ഓരോ ദിവസവും പിശാചിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തില് നമ്മെ ഓരോ ദിവസവും When I put the snake means the devil, okay? ഞാൻ പാമ്പ് എന്ന് ഉദ്ദേശിച്ചത് പഴയ പിശാചായ പാമ്പിനെയാണ്. When I put snake, when I'm saying snake, that means Satan. ഞാൻ പാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പിശാചിനെയാണ്. So how to handle a snake means how to handle a devil. പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ പിശാചിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ആമേൻ. So we don't handle snakes as some do. മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നത് പോലെയല്ല നാം പിശാചിനെ കൈകാര്യം ചെയ്യുന്നത്. Praise God. ആമേൻ. Praise God. Anyway, we are 21 days fasting prayer. നാം 21 ദിവസത്തെ ഉപവാസമായിട്ടിരിക്കുന്നു. This is on my 4th day actually. ഇത് നാലാമത്തെ ദിവസമാവും. Also my brothers and sisters also fasting. നമ്മുടെ കൂടെയുള്ളവരും